എനിക്ക് ഒരുത്തന്റെ സഹായം ആവശ്യമില്ല, എനിക്ക് ഒറ്റയ്ക്കെല്ലാം നേടാൻ കഴിയും, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ആർക്കും ആരുടെയും സഹായം ഇല്ലാതെ ഒറ്റയ്ക്കൊന്നും മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നേ. ഞാനൊരു കഥ പറയാം. 2023 ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വന്നത് ദുബായിൽ ആദ്യമായിട്ട് വരുന്നത് 2023 സോ ആ സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് വളരെ ബെഡ് സ്പേസിൽ തുച്ഛമായ ശമ്പളത്തിലൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ അന്നേ സമയത്ത് ഒരു ജൂൺ ജൂലൈ മാസത്തിൽ നമ്മൾ കുറെ നാളായിട്ട് നമ്മുടെ ഫാമിലിനെ വിട്ടുപിരിഞ്ഞ് നിൽക്കുന്നു, അതില്ലെങ്കിൽ കുഞ്ഞ് ജനിച്ച് കുറച്ച് നാളെ ആയുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ ആ ടൈമിൽ എങ്ങനെയെങ്കിലും അവരെ ഒന്ന് കൊണ്ടുവരണം, അവരുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കണം എന്ന് പറഞ്ഞിട്ട് എന്റെ ഭാര്യയും കുഞ്ഞിനെയും ഞാൻ അന്നത്തെ ഏറ്റവും വലിയ റിസ്കി സമയത്ത് തന്നെ നമ്മൾ അവരെ എത്തിക്കുകയുണ്ടായി. ആ സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം എന്റെ കുഞ്ഞിന് പെട്ടെന്ന് വയ്യാണ്ടായി, ആൾക്ക് തീരെ സുഖമില്ലാണ്ടായി. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അന്ന് നമ്മുടെ ബഡ്ജറ്റൊക്കെ ഒരു രീതിയിലാണ് നമ്മൾ ഒത്തൊത്തു കൊണ്ടുപോകുന്നത്. സോ ആ സമയത്ത് പെട്ടെന്ന് കുഞ്ഞിന് വയ്യാണ്ടായപ്പോൾ എന്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും ടൈമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഞാനൊരു ഓൺ കോൾ ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടറോട് പറഞ്ഞു ഒന്ന് പെട്ടെന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഡോക്ടർ വന്നു കഴിഞ്ഞ് അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 200 ദിറം എന്ന് പറഞ്ഞു, 200 ദിറം. എന്റെ അടുത്ത് 200 ദിറം കൊടുക്കാനില്ല. സോ ആ സമയത്ത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടുകാരനുണ്ട്. സോ ആ കൂട്ടുകാരനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒന്ന് എടാ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്നു, നമുക്കൊരു 200 ദിറം വേണം എന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടുകാരൻ അത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അവന്റെ കയ്യിലും ആ സമയത്ത് പൈസ ഇല്ല, അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പലരായിട്ട് ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി. സോ അവന്റെ അടുത്തൊരു സുഹൃത്ത്, എന്റെ കൂട്ടുകാരന്റെ തന്നെ അടുത്തൊരു സുഹൃത്ത് പറയുണ്ടായി, നീ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പൈസ അന്വേഷിക്കുന്നത്? അപ്പൊ പറഞ്ഞു, സൂരജിന് വേണ്ടിയിട്ടാണ്. സൂരജിന് വേണ്ടി പൈസ നീ അന്വേഷിക്കുകയാണോ? ഇതൊക്കെ തിരിച്ചു കിട്ടുമെന്ന് വല്ല ഉറപ്പുണ്ടോ എന്ന് അവൻ ചോദിച്ചു. ഈവൻ ദോ എന്റെ കുഞ്ഞിന്റെ അസുഖ വിവരം അറിഞ്ഞിട്ടും ആ വ്യക്തി എന്റെ കൂട്ടുകാരനോട് ഇങ്ങനെ ചോദിച്ചു. പക്ഷെ ഇതൊന്നും വകവെക്കാതെ എന്റെ കൂട്ടുകാരൻ ആ പൈസ അറേഞ്ച് ചെയ്ത് എനിക്ക് തന്നു, എനിക്ക് ആ ഡോക്ടറിന് പൈസ കൊടുക്കാൻ പറ്റി. സോ അന്ന് അവനത് സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ പെട്ടുപോയെന്നെ. ആ ഒരു വാക്ക് കേൾക്കാതെ അവൻ എനിക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് ഈ ഒരു സഹായം ചെയ്തു തന്നു. സോ നമ്മുടെ ജീവിതത്തിൽ ആരാണ് നമ്മളെ സഹായിക്കുക, അല്ലെങ്കിൽ ആരാണ് നമ്മുടെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ആരാണ് കൂടെ നിൽക്കാത്തതെന്ന് നമ്മുടെ ഏറ്റവും മോശാവസ്ഥയിലേ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള അഹങ്കാരം നമ്മുടെ ഉള്ളിൽ വെക്കാണ്ടിരിക്കുക. 2023 അങ്ങനെ തുടങ്ങിയ ഞാൻ 2025 ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ആദ്യമായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ സെയിൽസ് പർച്ചേസ് അഗ്രിമെന്റ്, ആദ്യത്തെ സെയിൽസ് പർച്ചേസ് അഗ്രിമെന്റും വാങ്ങിയിട്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൂട്ടുകാരനുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളെ സഹായിച്ചൊരു കൂട്ടുകാരനുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുക. മല്ലു ബ്രോക്കർ.